ചോതി നക്ഷത്രം. ചോതി നക്ഷത്രക്കാരുടെ പൊതു സ്വഭാവം എന്ന് പറയുന്നത്, ഈ ചോതി നക്ഷത്രം ചോതി പിറന്ന നല്ലതാണെന്നാണ് പറയുക. എങ്കിലും ലാഭനഷ്ടങ്ങൾ കണക്കിലെടുക്കുന്നതായിരിക്കും ഇവരുടെ തീരുമാനം. ഓരോ കാര്യത്തിൽ ഇടപെട്ടാലും ഇതിൽ നിന്ന് എന്ത് ലാഭം കിട്ടും, എങ്ങനെയാണ് എന്നൊക്കെയുള്ള തീരുമാനം എടുത്തതിനാണ് ഇവർ മുന്നോട്ട് പോവുക. സാമ്പത്തിക കാര്യങ്ങളിലൊക്കെ വളരെ ആലോചിച്ചിട്ടാണ് ഇവർ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുക. കാര്യപ്രാപ്തിയും പരിശ്രമശീലവും ഒക്കെ ധാരാളം ഉണ്ടാകും. വാക്ക് പാലിക്കാനായിട്ട്, ആരോടെങ്കിലും എന്തെങ്കിലും വാക്ക് പറഞ്ഞാൽ അത് പാലിക്കാനായിട്ട് ഇവർ പ്രത്യേകം ശ്രദ്ധിക്കും. കൊടുക്കൽ വാങ്ങലുകളിലൊക്കെ കൃത്യത പാലിക്കുന്ന ആളുകളാണ്. സ്വാതന്ത്ര്യബോധം, സ്വതന്ത്രമായിട്ട് ചിന്തിക്കാനും സ്വതന്ത്രമായിട്ട് പ്രവർത്തിക്കാനും ഒക്കെ ഇവർക്ക് ഭയങ്കര താല്പര്യമാണ്. അങ്ങനെയാണ് ഇവർ കൂടുതലും ചെയ്യുന്നത്. എതിർപ്പുകളെയൊക്കെ ധീരമായിട്ട് നേരിട്ട് തോൽപ്പിക്കാൻ ഇവർക്ക് കഴിയും. ഇവരോട് ആരെങ്കിലും എതിർത്താലും ഇവരതിനെയൊക്കെ എതിർത്ത് തോൽപ്പിക്കാൻ ഇവർക്ക് കഴിയും. ആരെയെങ്കിലും ആശ്രയിച്ച് ജീവിക്കാൻ, ആരുടെയെങ്കിലുമൊക്കെ കീഴിലോ അല്ലെങ്കിൽ മറ്റുള്ളവരെ ആശ്രയിച്ച് ജീവിക്കാനൊന്നും ഇവർ ഇഷ്ടപ്പെടാറില്ല. സ്വതന്ത്രബോധവും സ്വാതന്ത്ര്യബോധവും ഒക്കെ ഉള്ളതുകൊണ്ട് ഇവർ കൂടുതലും സ്വന്തം കാലിൽ നിൽക്കാനാണ് ഇഷ്ടപ്പെടാറ്. എങ്കിലും പങ്കാളിയുമായിട്ട് ഇടയ്ക്കിടയ്ക്ക് കലഹമൊക്കെ ഉണ്ടാവുമെങ്കിലും പൊതുവേ ഇവരുടെ ദാമ്പത്യം സന്തോഷപ്രദമായിരിക്കും. 100-ൽ 2 പേരും ഒക്കെ ചിലപ്പോൾ ദാമ്പത്യ ജീവിതത്തിൽ പരാജയങ്ങളൊക്കെ സംഭവിച്ചു പോന്നിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ ഇവർ പല കാര്യങ്ങളും രഹസ്യമായിട്ട് വയ്ക്കാനും ശ്രമിക്കും. തൻ്റെ ദാമ്പത്യത്തിൽ അത് ബാധിക്കും എന്നുള്ളത് കൊണ്ട് തന്നെ. പൊതുവെ ഈ ചോതി നക്ഷത്രത്തിൽപ്പെട്ട സ്ത്രീകളെന്ന് പറയുന്നത് പതിവ്രതകളും പുത്രഗുണമുള്ളവരും ഒക്കെ ആയിരിക്കും. സമ്പത്തും സത്യവും ഒക്കെ ധാരാളം ഇവർ ഉണ്ടാവും. ഭയങ്കരമായിട്ട് സത്യം പറയുന്നവരൊക്കെ ആയിരിക്കും ഈ നക്ഷത്രക്കാർ. പതുക്കെ സഞ്ചരിക്കുന്നവരാണ്. ഒരു കാര്യത്തിലും അങ്ങനെ വേഗതയോ ഹറിബറിയോ ഒന്നും ഇവർ കൂട്ടാറില്ല. ബന്ധുക്കളും യശസ്സുള്ളവരായിരിക്കും. ശത്രുക്കളെ നേരിടാനൊക്കെ ആയിട്ട് പ്രത്യേക കഴിവുള്ളവരായിരിക്കും ചോതി നക്ഷത്രത്തിൽപ്പെട്ട സ്ത്രീകൾ.